ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടേസ്റ്റ് ക്വസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ സമൂസയാണ്. പിന്നെ ഇതേ ഫില്ലിങ് വെച്ചിട്ടും ഡോ വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന വേറൊരു സ്നാക്കും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ടിപ്സും ഞാൻ ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കാദ്യം സമൂസയിലേക്ക് വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും ഒന്ന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കുക. ഈ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓയിൽ ചേർക്കുന്നത് നമ്മളെ ഡോ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുഴക്കുമ്പോൾ ഒക്കെ നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ടാവും. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് നല്ല കട്ടിയിലൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മളെ മാവ് നല്ല കട്ടിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഇല്ലാതെ ശ്രദ്ധിക്കുക കേട്ടോ. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഇത് ചിക്കൻ ഫില്ലിംഗ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സമൂസ എങ്ങനെയാണ് പരത്തുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബോൾ എടുത്തിട്ട് കുറച്ച് പൊടി ഇങ്ങനെ കട്ടിംഗ് ബോർഡിലോ ഇവിടെ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇത്രയും ഒരു അത്യാവശ്യം വലിയ സമൂസ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു ലെങ്ത്തിൽ ഞാൻ പരത്തി എന്നിട്ടത് ഇങ്ങനെ ഒന്ന് അളന്നതിന് ശേഷം രണ്ടും ഒരേപോലെ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഡോക്കെ ഇതേപോലെ തന്നെ ഒന്ന് പരത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ എല്ലാവരും സമൂസ ഷീറ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് ഒന്ന് കല്ലിൽ വെച്ച് ചൂടാക്കി കുക്ക് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ സമൂസ ഫോൾഡ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമൂസയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പുറത്തുനിന്ന് കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ഒന്നും ആവില്ലാന്ന്. പക്ഷേ അതുപോലെ തന്നെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ഷീറ്റ് തന്നെയാണ്. ഇതിൽ ഓയിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഒരു ദിവസം മുഴുവൻ നിൽക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സമൂസ ഫോൾഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമൂസ ഷീറ്റിന് മൈദ അല്ലെങ്കിൽ എഗ്ഗൊക്കെ വേണം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും വേണ്ട. നമ്മൾ അപ്പോൾ തന്നെ ഇത് ഫോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വെള്ളം, തണുത്ത വെള്ളം ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും കൂടി അതിൻ്റെ മേലയിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് ആക്കിയെടുക്കുക. ഇനി ഇത് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഒന്നും കയറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് ഇതേപോലെ കോൺ ഷേപ്പിലാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ്ങിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാതിരുന്നത്. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ് ഇങ്ങനെ ഇതിൻ്റെ ഇത്ര വരെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൈമേൽ എടുത്തിട്ട് ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇങ്ങനെ ഒന്ന് 2 സൈഡും കൂടിയിട്ടൊന്ന് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ആക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് പ്രസ്സായി കിട്ടും. ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി ചിക്കൻ സമൂസ റെഡിയായി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഇങ്ങനെ നല്ല ഈസി അല്ലേ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാ സമൂസയും ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് പല വെറൈറ്റിയിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ കോണാക്കി ഫില്ലിങ് നിറച്ചതിന് ശേഷം ഇങ്ങനെ ഇവിടെ ഒരു പ്ലേറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്തെടുത്താലും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേ ഡോ വെച്ചിട്ടും ഇതേ ഫില്ലിങ് വെച്ചിട്ടും നമുക്ക് നമ്മുടെ മലബാർ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ഡോ എടുത്ത് ഇങ്ങനെ റൗണ്ടിൽ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സെയിം ഫില്ലിങ് തന്നെ ഇങ്ങനെ രണ്ട് സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ സെൻറ്റർ ഭാഗത്തും നന്നായിട്ട് പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് ഓപ്പണായി പോകാൻ പാടില്ല നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. എന്നിട്ടിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ അടിപൊളി മലബാർ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിൽ എന്നൊക്കെ നമ്മൾ പറയും. അതിവിടെ റെഡിയായി. ഒരേ ഫില്ലിംഗ് കൊണ്ട് തന്നെ ഒരേ ഡോ കൊണ്ട് തന്നെ നമുക്ക് 2-3 പലഹാരമൊക്കെ ഉണ്ടാക്കാം. പിന്നെ പല ഷേപ്പ് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യുക. അതാണ് ഇതേപോലെ തന്നെ പരത്തിയിട്ട് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് നന്നായി പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഡിസൈൻ കൊടുത്താൽ നമുക്ക് വേറൊരു മോഡൽ സ്നാക്കായി. അങ്ങനെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഒരു ഡോ വെച്ചിട്ടും ഒരു ഫില്ലിംഗ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് സ്നാക്കുകൾ ഉണ്ടാക്കാം. അപ്പോൾ സമൂസയും ഇറച്ചിപ്പത്തിലൊക്കെ ഇവിടെ റെഡിയായി. നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായാൽ നമുക്ക് ആദ്യം ചിക്കൻ സമൂസ ഇട്ട് കൊടുക്കാം. അത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന വിധത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ക്രിസ്പിയായി നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ അടിപൊളി സമൂസ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുമുരാന്നിരിക്കുന്ന അടിപൊളി സമൂസയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളെ ഇറച്ചിപ്പത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂട് ഒന്ന് കുറച്ചും കൂട്ടിയൊക്കെ ഒന്ന് ക്രമീകരിക്കുക. ഇടുമ്പോൾ ചൂടായിട്ടും പിന്നെ കുറച്ചിട്ടൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് നമ്മളെ ഈ ഒരു സ്നാക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ സമൂസയും നമ്മളെ മലബാർ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിലൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് നമുക്ക് ഒരു ഡോ വെച്ചിട്ട് ഒരു ഫില്ലിങ് വെച്ചിട്ട് തന്നെ 2 സ്നാക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പിയാണ്. ഇവിടെ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയാണ്. നല്ല ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവരോടും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.